ഇസ്രയേൽ ആക്രമണത്തിൽ ജബാലിയ വിദ്യ അഭയാർത്ഥി ക്യാമ്പിൽ 110 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിനെ മെരിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ടെൽ അവീവിൽ. വിശദാംശങ്ങളുമായി പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഉറക്കമൊക്കെ സുഖമായിരിക്കുന്നല്ലോ? തീർച്ചയായിട്ടും. എങ്കിൽ പിന്നെ വിദേശ വാർത്തകളിലേക്ക് കടക്കാം. അതെ എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും മുറുകുന്ന അവസ്ഥയാണ് കാണുന്നത്. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ ചുറ്റുമൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 110 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. എന്ന് മാത്രമല്ല മരണസംഖ്യ കഴിഞ്ഞ 2 മാസത്തിലേറെയായിട്ടുള്ള മരണസംഖ്യ 19,000 കടന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 19,470 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ മരണസംഖ്യ വല്ലാതെ കൂടുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടവർ ഏതാണ്ട് 14,000-ൽ പരം ഉണ്ട്. അതിൽ കുട്ടികൾ തന്നെ 8,000-ൽ പരം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിനിടയിലാണ് ഇസ്രായേൽ നടത്തുന്ന ഈ സാധാരണക്കാർക്ക് മേൽ നടത്തുന്ന കൂട്ടക്കുരുതി ലോക രാജ്യങ്ങളുടെ വലിയ എതിർപ്പിന് കാരണമായിരിക്കുന്നു. അമേരിക്ക അടക്കമുള്ളവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. അമേരിക്ക വീറ്റോ ഒരു തവണ അവർ നടത്തിയെങ്കിലും ഇപ്പോൾ വീറ്റോ പ്രയോഗം നടത്തുന്നില്ല. അമേരിക്കയുടെ ഉന്നത നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇവിടെ വരുന്നുണ്ട്. നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സള്ളിവൻ വന്ന് ഉപദേശിച്ചു പോയി, കാര്യം നടന്നില്ല. ഇപ്പോൾ അവരുടെ പ്രതിരോധ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രതിരോധ മന്ത്രി തന്നെയാണ്. അവിടെ മന്ത്രിമാരെയൊക്കെ സെക്രട്ടറി എന്നാണ് വിളിക്കുന്നത്. ലോയ്ഡ് ഓസ്റ്റിൻ വന്നിരിക്കുന്നു. അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് രഹസ്യ ചർച്ച നടത്തി. അദ്ദേഹം പുറത്തു പറഞ്ഞത്, നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് തുരങ്കങ്ങളിലേക്ക് നടത്തിക്കോളൂ, ഹമാസിനെതിരെ പ്രയോഗിച്ചോളൂ, പക്ഷേ സാധാരണക്കാരായ സ്ത്രീകൾ, കുട്ടികൾ, മനുഷ്യർക്കെതിരെയുള്ള പ്രയോഗം നിർത്തണമെന്ന് അമേരിക്ക ഏതാണ്ട് ഒരു അന്ത്യശാസനം പോലെ പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് മേൽ വല്ലാത്ത അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. വീണ്ടും UN-ൽ നാളെ വോട്ടിംഗ് വരികയാണ്. ആ വോട്ടിങ്ങിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ 3 ബന്ദികൾ, പ്രായമായിട്ടുള്ള ഇസ്രായേലി ബന്ദികളുടെ ശബ്ദ സന്ദേശം ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ ഉടൻ ഇസ്രായേൽ ഇടപെടും എന്നുള്ള അർത്ഥത്തിലാണ്. വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയാണ്. ഒരുപക്ഷെ ഓസ്ലോയിൽ SKN വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഈ മണിക്കൂറുകളിൽ നടന്നു. അത് അമേരിക്കയുടെ CIA ഡയറക്ടർ ബിൽ ബേൺസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള യോഗമാണ് നടന്നത്. അതിൽ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ അൽത്താനിയും അതുപോലെ തന്നെ മൊസാദിൻ്റെ തലവനും അടക്കം നടന്ന വളരെ രഹസ്യ യോഗത്തിൽ ഒരുപക്ഷെ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളൊരു നീക്കമാണ് കാണുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം. എന്തായാലും ഇസ്രായേൽ പുതിയ തുരങ്കം കണ്ടെത്തിയത് 4 കിലോമീറ്റർ നീളുന്ന ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ കണ്ടെത്തിയത് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ യുദ്ധം ഇനിയും നീളുമെന്ന സൂചനകൾ തന്നെയാണ് കാണുന്നത്. ജെയിംസ്, ഈ അമേരിക്ക ലക്ഷ്യം വെക്കുന്ന ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ, ദീർഘദൂര മിസൈൽ നോർത്ത് കൊറിയ പരീക്ഷിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അപ്പോൾ ദക്ഷിണ കൊറിയയ്ക്ക് ഇതിൽ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം നോർത്ത് കൊറിയ അപകടകാരിയായ ഒരു രാഷ്ട്രമാണല്ലോ. പ്രശ്നം ഉണ്ടാകും. ഒരുപക്ഷെ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധമുണ്ട്. ഐക്യരാഷ്ട്രസഭ ഒരു മിസൈൽ പോലും പരീക്ഷിക്കരുതെന്ന് വിലക്കുള്ള രാജ്യമാണ് വടക്കൻ കൊറിയ. പക്ഷേ വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഇതൊന്നും കൂസുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ 15,000 കിലോമീറ്റർ ദൂരത്തിലേക്ക് പരീക്ഷിച്ചുവെന്നാണ് വടക്കൻ കൊറിയ അവകാശപ്പെട്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ അമേരിക്കയുടെ ഏത് ഭാഗത്തും ചെന്ന് വീഴാവുന്നതാണ്. തങ്ങളുടെ പ്രധാന ലക്ഷ്യം അമേരിക്കയാണെന്ന് കിം ജോങ് ഉൻ എന്താ പറയുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെതിരെ അമേരിക്ക കടുത്ത മുന്നറിയിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പരീക്ഷണവുമായി പോയാൽ വടക്കൻ കൊറിയയ്ക്ക് പാഠം പഠിപ്പിക്കുമെന്ന് അമേരിക്ക പറയുന്നു. ദക്ഷിണ കൊറിയ, ജപ്പാനൊക്കെ വടക്കൻ കൊറിയയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വടക്കൻ കൊറിയയ്ക്ക് റഷ്യയുടെയും ചൈനയുടെയും ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഒരു പ്രോക്സി വാറിനുള്ള സാധ്യത, യുദ്ധം നടക്കാതിരിക്കട്ടെ, പക്ഷേ അവിടെ സംഘർഷഭരിതമാണ്. നേരത്തെ തായ്വാന് ചുറ്റും അമേരിക്കയും ചൈനയും തമ്മിൽ, അതുപോലെ ജപ്പാനൊക്കെ പങ്കാളികളായിട്ടുണ്ടായതുപോലെയുള്ളൊരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത് വല്ലാത്ത തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദക്ഷിണ കൊറിയൻ അതിർത്തി കടന്ന് ചൈനയുടെയും റഷ്യയുടെയും യുദ്ധവിമാനങ്ങൾ പറന്നെത്തിയെന്നുള്ളതും ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ കൊറിയൻ തീരം ഒരു സംഘർഷ മേഖലയായിട്ട് മാറുന്നു. ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും നടക്കുന്നതിനിടെ വേറൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
24 അഞ്ചിന്റെ വജ്രത്തിളക്കം.